തുടർന്ന് ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. 2 കൊറിന്ത്യർക്കെതിരെ എഴുതിയ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകൾ കഴിയുമ്പോൾ നമ്മൾ ആശീർവാദം പറയുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് കൂട്ടായ്മ തീർന്നു എന്നാരും വിചാരിക്കരുത്, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ആ വേദഭാഗം വായിക്കാം. 2 കൊറിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടെ പല കാര്യങ്ങൾ നമുക്ക് 3 ത്രിത്വൈക ദൈവത്തെപ്പറ്റി അവിടെ എഴുതപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പലപ്പോഴും കാണാപ്പാഠം പറഞ്ഞിട്ട് നമ്മൾ പോകും. പക്ഷെ അതിൻ്റെ അർത്ഥങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം ത്തെപ്പറ്റി നമുക്ക് ഈ ദിവസം മുഴുവൻ സംസാരിച്ചാലും തീരത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി, ക്രിസ്തുയേശുവിൻ്റെ കൃപയെപ്പറ്റി, നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആ ദൈവകൃപയെപ്പറ്റി, അതും വളരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതോർത്താൽ ഇന്ന് നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും അത് മതിയാകത്തില്ല. മറ്റൊരു കാര്യം, 3-ാമതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. ആ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ ദൈവാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മുടെ എല്ലാവരും കൂടെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശീർവാദം പറഞ്ഞ് തീരുമ്പോൾ, നമ്മുടെ കൂട്ടായ്മകൾ കഴിഞ്ഞിട്ട് പോകുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നു ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഭ പാസ്റ്ററോട് കൂടി ഇരിക്കുവാനോ അല്ലെങ്കിൽ ഒരു മൂപ്പന്മാരോട് കൂടി ഇരിക്കുവാനോ അല്ല പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് ഭർത്താവുമായിട്ടും ഭാര്യയുമായിട്ടും സഹോദരന്മാരായിട്ടും നമുക്ക് ദൈവദാസന്മാരായിട്ടും ഒക്കെ കൂട്ടായ്മകൾ ഉണ്ടായേക്കാം. പക്ഷേ ആ കൂട്ടായ്മകളൊന്നും നമ്മളെ നിവൃത്തീകരണത്തിലേക്ക് കൊണ്ടുവരികയില്ല. നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളിൽ പലരും പറഞ്ഞേക്കാം, പരിശുദ്ധാത്മാവുമായിട്ട് എനിക്ക് നല്ല കൂട്ടായ്മയുണ്ട്, സഹവർത്തിത്വമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു കൂട്ടം ജനം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി പറയാനിടയായി. അത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. എങ്കിലും അതേ തുടർന്ന് വീണ്ടും ചില വചനങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ എത്രമാത്രം പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ എത്രമാത്രം നമ്മളെ ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക്, ദൈവിക വാക്തത്വങ്ങളിലേക്ക്, അത് നിത്യതയുടെ അവകാശിയായി തീരുവാൻ തക്കം ഇടയാക്കുമെന്ന് എന്ന കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. എങ്കിലും ദൈവത്തിന് ആത്മാവ് ഹേമിക്കുന്ന തലങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്ക് അത് ജീവിതത്തിൽ വിടുതലായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ടോ? ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പന്തക്കോസ്ത് അനുഭവത്തിലുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവുണ്ടോ ഉള്ളൂ എന്ന് ഞാൻ മുമ്പ് ചിന്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് മറ്റു കാര്യങ്ങളിലെ ജീവിത വചനത്തിലേക്ക് കൂടുതൽ കടന്നു ചെന്നപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണ് തിരുവചനം നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട്. പക്ഷേ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ അതിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കർത്തൃത്വമുണ്ടോ? ഏത് ആത്മാവാണ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത്? നമ്മുടെ ആത്മാവാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആത്മാവാണോ, അതോ പരിശുദ്ധാത്മാവാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ നടത്തുന്നത്? പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ക്രിസ്തുയേശുവിൽ ആയിത്തീർന്നവർക്ക്, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവർക്ക്, അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ വേണ്ടിയാണ്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകളിലേക്ക് ദൈവം വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും നല്ല നിധി അല്ലെങ്കിൽ ഒരു ട്രഷർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ഏറ്റവും നല്ല ഗിഫ്റ്റ് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ആരും കരം വെച്ചില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനുള്ള തീക്ഷ്ണതയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കും. സ്തോത്രം. ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു നിധിയാണെന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപക്ഷെ നമുക്ക് വളരെ സമ്പന്നനായ ഒരു പിതാവ് ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ സ്വർഗത്തിലെ ദൈവം സമ്പന്നനായ ദൈവം തന്നെയാണ്. എല്ലാ ആവശ്യങ്ങളെ നടത്തുവാൻ കഴിയുന്ന ഭൂമിയിലുള്ളൊക്കെയും പ്രപഞ്ചം മുഴുവൻ അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ അവൻ്റെ സ്വന്തം എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അതുകൊണ്ട് പക്ഷേ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒരു ബാങ്കിനകത്തുകൊണ്ട് നിക്ഷേപം ഇട്ടിട്ട് അത് നമുക്ക് എടുക്കാതെ നമ്മൾ കേവലം വളരെ പരിതാപകരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ഈ നിധിയെ ദൈവം തന്നിട്ടുണ്ട്, ഈ അവകാശത്തെ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേർ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു സഹവൃത്തിത്വമുണ്ട്? ആ പരിശുദ്ധാത്മാവുമായിട്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ തുടങ്ങുമ്പോൾ ആ ദൈവാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് നമുക്ക് അധികമായ പ്രാധാന്യം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ, അതറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിനു വേണ്ടി മാത്രം ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണം. അപ്പോഴാണ് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയായ ദൈവം മാറ്റുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കുന്നത് പോലെ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി കഥാവ് നമ്മളെ മാറ്റുന്നു. നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം നടന്നാൽ, നമ്മൾ എന്തെല്ലാം ചെയ്താലും, നമ്മൾ എന്ത് വ്യക്തിത്വമാണെന്ന് പറഞ്ഞാലും നമ്മളിലേക്ക് ഒരു രൂപാന്തരം കഥാവ് കൊണ്ടിരിക്കുകയാണ്. അന്ന് തുടങ്ങുന്നൊരു സൽപ്രവൃത്തി, നല്ല പ്രവൃത്തി കഥാവ് തുടർമാനമായി ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നീതീകരണമെന്ന് പറയുന്നു. അതിനുശേഷം മഹത്വീകരണത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ വീണ്ടും ജനിച്ചൊരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ദൈവം അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൽ ഒരു പുതിയ വ്യക്തിത്വം ഉടലെടുക്കണം. യേശുക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് അവരെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുക. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോ പറഞ്ഞാൽ അവർ ആ ദൈവത്തിൻ്റെ മക്കളെന്ന അധികാരത്തിലേക്കാണ് ദൈവം ആ വ്യക്തിയെ എത്തിക്കുന്നത് എന്നാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെന്ന അധികാരത്തിലേക്കാണ് ദൈവം നമ്മളെ, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ ആ ദൈവിക അധികാരത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമെന്ന് മാത്രമല്ല, ഒരു ദൈവ പൈതലാക്കി ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാൻ തക്കോണം, അതൊരു വലിയ ഭാഗ്യമല്ലേ? സ്തോത്രം. നമുക്ക് എത്ര വലിയ ഉന്നതമായ കുല മഹിമയുണ്ടെങ്കിലും കുടുംബ പാരമ്പര്യമുണ്ടെങ്കിലും ഒരു ദൈവപൈതലാകുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാകുക എന്നതിനപ്പുറത്ത് ഒരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് തലത്തിൽ നിന്നാണെങ്കിലും, ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും, ഏത് പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും, ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും, ഏത് സാമ്പത്തികമായ തലങ്ങളിൽ നിന്നാണെങ്കിലും അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ, ദൈവമക്കളെന്ന അധികാരത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറച്ച് കർത്താവ് നമ്മളെ തീർക്കുമ്പോൾ അതിനകത്ത് ദൈവിക വാഗ്ദത്തങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ ആയി തീർന്നു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിൽ മാത്രം നിലനിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് തുടർന്ന് ഇതിനാധാരമായിട്ട് നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം, റോമൻസ് ചാപ്റ്റർ 8 and 14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ദൈവത്തെ പിതാവ് നാബ എന്ന് വിളിക്കുവാൻ തക്ക ഇടയാക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൈവമുള്ള കൂട്ടായ്മയിലേക്ക്, ആ സ്വന്തം പിതാവ്, സ്വർഗത്തിൽ നമുക്കൊരു പിതാവേ ഉള്ളൂ,
അത് ദൈവമാണ്. അത് യേശുക്രിസ്തു മുഖാന്തരമാണ് നമ്മളെ ആ സ്വർഗീയ പിതാവിൻ്റെ മക്കളാക്കി ദൈവം മാറ്റുന്നത്. അതോ സ്വർഗത്തിൻ്റെ കുടുംബത്തിൽ, ദൈവരാജ്യത്തിനകത്ത് ആ കുടുംബത്തിൻ്റെ യു ഹാവ് ബിക്കം പ്രീസ്റ്റ്, നിങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. അങ്ങനെ അനവധിയായിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം പകരുകയാണ്. പക്ഷേ റോമർക്ക് ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ തിരുവചനം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡം ആ മനുഷ്യനെ എപ്പോഴും ഒരു ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ജഡ ഇഷ്ടങ്ങളിൽ നടക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവിക പദ്ധതികൾ, ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതകളിൽ അല്പാൽപമായി അവിടെ എവിടെയൊക്കെ നമ്മൾ അനുഭവിച്ചേക്കാം. പക്ഷേ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പലപ്പോഴും കടന്നു വരാൻ കഴിയുകയില്ല. പക്ഷേ ഇതൊരു ഡൈനാമിക് സ്റ്റേറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എപ്പോഴും സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക് ആണെങ്കിൽ നമ്മൾ സ്വർഗത്തിലായിരിക്കും. പക്ഷെ നമ്മൾ ഭൂമിയിലായിരുന്നതുകൊണ്ട് നമ്മൾ ജഡത്തിൽ, നമ്മുടെ ജഡം താഴ്ചയിലാണ്. നമ്മുടെ ജഡം എപ്പോഴും പാപത്തിൻ്റെ പ്രകൃതിയുള്ള ജഡമാണ്. അത് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ജഡമാണ്. അത് മരണത്തിലേക്ക് അല്ലെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിത്യമരണത്തിലേക്കല്ല, ജഡത്തിൻ്റെതായ മരണത്തിലേക്ക്. പക്ഷേ അതിൽ ജീവിക്കുമ്പോഴും പലപ്പോഴും അതിൻ്റെതായ ഇഷ്ടങ്ങളെ മറികടക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ, ആ ഒരു തലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെതായ ഒരു നടത്തിപ്പ്, പരിശുദ്ധാത്മാവിൻ്റെതായ ഒരു കൺട്രോള്, പരിശുദ്ധാത്മാവിൻ്റെതായ ആലോചനയോടെ 24 മണിക്കൂറും 365 ദിവസവും ഒരു വർഷം നമുക്ക് നടക്കാൻ കഴിഞ്ഞാൽ, സ്തോത്രം, നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പലർക്കും കിട്ടാത്ത അനേക കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും ഇതിനപ്പുറത്ത് കിട്ടാൻ കഴിയുന്ന മറ്റൊരു കാര്യവുമില്ല. ഇന്നും ദൈവദാസന്മാർക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഭിഷക്തന്മാർ എന്ന് പറയുന്നവർ പോലും പലപ്പോഴും ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിപ്പിക്കുന്നു എന്നൊക്കെ ഗലാത്യർ ലേഖനത്തിൽ എഴുതിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവിൽ തുടങ്ങിയതിനെ പരിശുദ്ധാത്മാവിൽ നിവൃത്തീകരിക്കപ്പെടുവാൻ, തീരുവാൻ തക്കവണ്ണം ഇടയാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, അതെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അവിടെ ഭയമില്ല, ഒരു ലക്ഷ്യമുണ്ട്. അവർക്കറിയാം, എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്, ഞാൻ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ലക്ഷ്യമില്ലാതെ ഞാനിങ്ങനെ പോവുകയില്ല. കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ലക്ഷ്യമില്ലായിരുന്നു. പക്ഷേ യേശുവിനെ അറിഞ്ഞ മുതൽ എനിക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എനിക്ക് തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ആ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് നിരാശയോടെ ഇരിക്കുന്ന, ലക്ഷ്യം തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യാശയില്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ, അവൻ ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ വന്നു എന്നിട്ടും പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ് അനുഭവിക്കാൻ കഴിയും. ഒരുപക്ഷെ കൈയടിച്ച് ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു. പക്ഷേ പിന്നീട് ഞായറാഴ്ച നന്നായി ആരാധിക്കുന്നു. അങ്ങനെയുള്ള സഭകളുണ്ട്. സ്തോത്രം, പലയിടത്തും പോയാൽ ഉണങ്ങിയ അവസ്ഥകളുണ്ട്. എങ്കിലും അനേക സഭകളിൽ ശക്തമായി ദൈവത്തെ ആരാധിക്കുന്ന സഭകളുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ പിന്നീട് യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഒരു ദിവസം ആത്മാവിൽ നിറയുന്നു, പിന്നെ 6 ദിവസം പിന്നെ എന്ത് സംഭവിക്കുന്നുവെന്ന് നിയന്ത്രണം തെറ്റി പോകുന്ന ഒരു പടക് പോലെ പോയിക്കൊണ്ടിരിക്കും. എല്ലാവരുമല്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ തുറകളിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ, നമ്മൾ മുമ്പ് കേട്ടതുപോലെ ആ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ മാറിപ്പോകാൻ തക്കവണ്ണം അവിടെയാകും. ഇതിന് സമാനമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ പ്രതിച്ഛായയാണല്ലോ, അല്ലെങ്കിൽ പൊരുളാണ് പുതിയ നിയമം. പഴയ നിയമം പ്രതിച്ഛായ നീളായി നിൽക്കുന്നു. അവിടെ മിസ്രൈമിൽ നിന്നും ഈജിപ്തിൽ നിന്നും കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ഒരു കൂട്ടം ജനം, ഏകദേശം 20 ലക്ഷം ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ, ചെങ്കടൽ എന്ന സ്നാനജലത്തിൽ കൂടി എന്ന് പ്രതിരൂപമായി നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നു. അതിൽ കൂടി ജനം കടന്നു വന്നു. പക്ഷേ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ മേഘസ്തംഭം അവർക്ക് മുൻപടെയായി നീങ്ങിക്കൊണ്ടിരുന്നു.
എന്ന് പറഞ്ഞാൽ ഈ ജനം ലക്ഷ്യസ്ഥാനത്തെത്താൻ മുഖാന്തരമായത് കാരണം മോശയല്ല, അവിടെ ഇരുന്ന ആരുമല്ല, പെട്ടകം പോലും ആയിരുന്ന അല്ല. പക്ഷേ പെട്ടകം പുരോഹിതന്മാർ പെട്ടകം പിന്നീട് ചുമന്നതാണ്. എന്നാൽ അതിനു മുമ്പ് മേഘസ്തംഭം അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഈ മേഘസ്തംഭം ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. ഈ മേഘസ്തംഭം നീങ്ങുമ്പോൾ ജനം നീങ്ങുവാൻ തുടങ്ങും. മേഘസ്തംഭം എവിടെയെങ്കിലും പോയി നിന്നാൽ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണ്, രാത്രികാലങ്ങളിൽ വെളിച്ചം കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെതായ മൂടുന്ന ഇരുണ്ട അനുഭവങ്ങൾക്കുള്ളിൽ, കൂരിരുട്ടിൻ്റെ അനുഭവങ്ങൾക്കുള്ളിൽ വെളിച്ചമായി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. നിങ്ങൾക്ക് പലപ്പോഴും സംരക്ഷണം കിട്ടാതിരിക്കുമ്പോൾ സംരക്ഷണം നൽകുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ്, ആ അഗ്നി തൂണ് അവിടെ ഉണ്ടായിരുന്ന വന്യജീവികളോ മറ്റ് തേളോ അഗ്നിസർപ്പങ്ങളോ അവരെ തൊടുവാൻ തക്കവണ്ണം ഇടയാകാതെ ദൈവം അവരെ സൂക്ഷിച്ചിരുന്നു. ചൂടേറിയ മരുയാത്രയിൽ ഒരു തണലായി, മേഘത്തണലായി അവർക്കൊരു AC എന്നതിനപ്പുറത്ത്, സ്തോത്രം, നമുക്കിന്ന് AC ഉണ്ട്, പക്ഷേ പലപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അന്ന് കർത്താവ് നാച്ചുറലായിട്ട് ഒരു നല്ല അന്തരീക്ഷം ദൈവം സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോൾ ഈ മേഘസ്തംഭം നീങ്ങുമ്പോൾ അവർ നീങ്ങും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നീങ്ങുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകൾ ജഡത്തിൽ നമുക്കറിയാൻ കഴിയത്തില്ല. ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ യോർദാനെ കടത്തി, യോർദാനെ കടത്തി 40 വർഷം ഒരു കറങ്ങി നടക്കുന്ന അനുഭവമല്ല, അതിനപ്പുറത്ത് മരുഭൂമിയിൽ ശവക്കുഴികളിൽ കുഴിച്ചിടപ്പെടുവാനല്ല, യോർദാനെ കടത്തി വാഗ്ദത്തത്തിൻ്റെ ദേശത്തിൻ്റെ തീരത്ത് നമ്മൾ എത്തിക്കാൻ കഴിയുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേൽ മക്കളെ നടത്തിയ മേഘസ്തംഭമായിരുന്നു. നിന്നെ ഉരുട്ടി മാറ്റി എന്ന് പറഞ്ഞ ഗിൽഗാലിൻ്റെ അനുഭവം കൊടുത്തുകൊണ്ട് അവരെ കല്ലുകൾ അടുക്കിയപ്പോൾ പിന്നീട് മേഘസ്തംഭം കാണുന്നില്ല. ആ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്നെയും നിങ്ങളെയും നിത്യതയുടെ തീരത്തെത്തിക്കുവാനാണ്. എന്നെയും നിങ്ങളെയും ആ ജൈവിക വാഗ്ദത്തങ്ങളിലൂടെ നയിക്കുവാനാണ്, നടത്തുവാനാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് മരുഭൂമിയിൽ പട്ടുപോകുവാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് വാഗ്ദത്ത ദേശത്തെ കാലുകുത്തുവാനാണ്. അതേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ ആ ദൈവം എന്നെ നടത്തുന്നു. അതേ, ദൈവം ഇടയനായി ആ മരുഭൂമിയിൽ ജനത്തെ നടത്തുമ്പോൾ യേശു നമുക്കിടയനായി പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്നു. ആ ദൈവം നയിക്കുന്നത് എങ്ങോട്ടാണ്? സ്വസ്ഥതയുള്ള സ്ഥലത്തേക്കാണ്. ജനത്തിന് സ്വസ്ഥത കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. യോശുവ മുഖാന്തരം ജനത്തിന് ദൈവം സ്വസ്ഥത വരുത്തി എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിനെ യോശുവയായി പഴയ നിയമം ചിത്രീകരിക്കുന്നു. ആ യേശു ക്രിസ്തുവിന് മാത്രമേ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുടെ അനുഭവം നമുക്ക് നൽകുവാൻ കഴിയത്തുള്ളൂ. പഴയ നിയമ വരികൾ, അതിൻ്റെ പ്രമാണങ്ങൾക്കും ചട്ടങ്ങൾക്കും മനുഷ്യന് സ്വസ്ഥത കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ഹെബ്രായക്കാർക്ക് ലേഖനം 3-4 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവൻ ഇടയനായ യേശു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ന് സ്വച്ഛമായ ജലാശയത്തിലേക്ക് നമ്മൾ നയിക്കുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനവധിയായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനയും കണ്ണുനീരും ഒറ്റപ്പെടുത്തലുകളും ഏകാന്തതകളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയും സ്വസ്ഥത നൽകുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അവിടെ സ്വസ്ഥത നൽകുന്ന ഒരു ഇടയനുണ്ട്. അതേ, ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വസ്ഥത നൽകിക്കൊണ്ട് നിത്യസ്വസ്ഥതയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ദൈവം നമുക്കുണ്ട്. അത് നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ്. ഇന്ന് അതുമായി ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, കഥാവി എനിക്കിതൊന്ന് അവകാശമായെടുക്കണം. അനേകർ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ പലരും മരുഭൂമിയിൽ പട്ടുപോയതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലായിരുന്നുകൊണ്ടാണ്. ഞാനും പട്ടുപോകേണ്ടതായിരുന്നു, അനേകർ പട്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ദൈവം നമ്മളെ നിലനിർത്തിയത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നുകൊണ്ടാണ് പ്രത്യാശയോടെ ഇന്നും ജീവജനമേ നമ്മൾ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്.
അവൻ ഇന്ന് എത്ര പേർ ആ കർത്താവിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകും? എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകും? പലപ്പോഴും നിങ്ങൾ നിരാശരായി പോയിട്ടില്ലേ? പലപ്പോഴും നിങ്ങൾ അവൻ ഇനി ഒരു പ്രതീക്ഷയുമില്ലെന്ന് ചിന്തിച്ചില്ലേ? പലപ്പോഴും അടഞ്ഞ വാതികളുടെ മുമ്പിൽ നിന്നപ്പോൾ ജീവിതം മതിയെന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളെ സ്വസ്ഥതയിലേക്ക് നടത്താൻ കഴിയുന്ന, നമ്മളെ നിരന്തരമായി വഴി നടത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ലഭ്യമാണ്. അത് നിങ്ങൾ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിക്കണമെന്നില്ല. ഏത് മതത്തിലോ ഏത് കുലത്തിലോ പിറന്ന വ്യക്തിയാണെങ്കിലും യേശു ക്രിസ്തു വന്നത് 7 ഭൂഖണ്ഡങ്ങളിലുള്ള സകലമാന ജനങ്ങൾക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ആമേൻ പകർന്നു കൊടുത്തു. യേശു ക്രിസ്തു പകർന്നു കൊടുത്തു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ വരികയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന വ്യക്തിക്ക് കാലാകാലങ്ങളിൽ ജഡത്തിലൂടെ ജീവിച്ച് പലരും ചോദിക്കുകയാണ്, യേശു ക്രിസ്തു എന്താണ് ഇവിടെ ഈ 2023 വർഷം ഞങ്ങളോട് നടന്നാൽ പോരായിരുന്നു? പക്ഷേ ജഡത്തിലിരിക്കുന്ന യേശു ക്രിസ്തുവിന് പലപ്പോഴും ഓരോ വ്യക്തികൾക്ക് സമയം കൊടുക്കാൻ കഴിയില്ല. പക്ഷേ സകല വ്യക്തികൾക്കും സമയം കൊടുക്കുവാൻ കഴിയുന്നവൻ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. കാരണം പരിശുദ്ധാത്മാവിനെ അകത്തളങ്ങളിലേക്ക് പകർന്നാൽ യേശു ക്രിസ്തുവുമായിട്ട് ദൈവവുമായിട്ട് നിരന്തരമായ സമ്പർക്കം എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ജീവിതത്തിന് അർത്ഥം വരും, ജീവിതത്തിന് ലക്ഷ്യം വരും. ലക്ഷ്യം തെറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവേ ആമേൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മീനിങ് ഉണ്ട്. ഗോഡ് നീഡ്സ് യു. ഒരു നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ളവരുടെ ജീവിതത്തിൽ അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:11 നമ്മൾ വായിക്കുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഉപവാസത്തെ പറ്റി അവിടെ 58 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിൽ വളരെ വ്യക്തമായി ഉപവാസത്തെ പറ്റി പറഞ്ഞതിന് ശേഷം അതിൻ്റെതായ ചില അനുഗ്രഹങ്ങളെ വരച്ച് കാണിച്ചതിന് ശേഷം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, യഹോവ അല്ലേ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. 58:11 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിന് നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. അതെ, അവിടെ പറയുന്നു യഹോവ എല്ലായ്പ്പോഴും നിന്നെ വഴി നടത്തും. യേശുക്രിസ്തു ഉപവാസത്തിന് ശേഷം, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടതിന് ശേഷം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് ആണ് വഴി നടത്തിയത് ശുശ്രൂഷകളിൽ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പറഞ്ഞ് യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ ദൈവം നമ്മളെ വഴി നടത്തുമ്പോൾ എല്ലാ വരണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അവിടെ പറഞ്ഞ് വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കും. നിന്റെ ആത്മീയ വിശപ്പിനെ ദൈവം തീർക്കും. നിന്റെ ഭൗതിക വിഷയങ്ങളെ ദൈവം ആമേൻ തീർക്കും. നിന്റെ അസ്ഥികളെ ദൈവം ബലപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ തളർന്നിരിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ, ഇന്ന് മാനസികമായി നിങ്ങൾ തളർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ശാരീരികമായി നിങ്ങൾ തകർന്നിരിക്കുന്നതാണെങ്കിൽ, നിങ്ങളുടെ അസ്ഥികൾക്ക് ബലമില്ലാതിരിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അസ്ഥികളെ പോലും ബലപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. അസ്ഥിയെ ബലപ്പെടുത്തുവാൻ എനിക്ക് തോന്നുന്നില്ല, മരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അസ്ഥിയെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അസ്ഥിയോട് ചേരുവാൻ തക്ക ഇടയാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ആമേൻ. അസ്ഥികളെ ദൈവം ബലപ്പെടുത്തും. നീ നനവുള്ള തോട്ടം പോലെയായിരിക്കും. എന്ന് പറഞ്ഞാൽ പലപ്പോഴും വരണ്ടിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളിൽ ഒരു സ്പിരിച്വൽ വിൽഡേർനെസ്സിൻ്റെ അനുഭവത്തിൽ, ആത്മീയമായ വരൾച്ചയുടെ അനുഭവത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പലപ്പോഴും ഒരു സമാധാനം ഹൃദയത്തിനകത്തില്ല, സ്നേഹമില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പല ആത്മീയ ഗുണങ്ങളും ജീവിതത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാ അവസ്ഥകളിലും പലപ്പോഴും നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിൽക്കുമ്പോഴും പലരോടും നമുക്ക് ഉള്ളിൽ കത്തുന്ന പകയും പിണക്കവും വൈരാഗ്യവും ഒക്കെ ജഡത്തിൽ കടന്നു വന്നേക്കാം. പക്ഷേ അതിനെ മറികടക്കാൻ കഴിയുന്നവൻ, അതിന് ജയമെടുക്കുവാൻ തരുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആമേൻ. അപ്പോൾ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്തു നോക്കി സാധിക്കും എന്ന് സങ്കീർത്തനം 1 ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ വരൾച്ചയുടെ അനുഭവത്തിലും മധ്യാഹ്നത്തിലും അതേ തണുത്തുറഞ്ഞ അനുഭവങ്ങളിലുമൊക്കെ നിങ്ങൾ എപ്പോഴും ഫലം കായ്ക്കുന്നവരായി. എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ പുറമേ ഉള്ളവർ നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലുതായിട്ടൊന്നും കാണത്തില്ല. വലിയ ഉയർച്ചയും മാന്യതയും സമ്പത്തുമൊന്നും നേടിയിട്ടില്ലായിരിക്കാം, കഷ്ടങ്ങളുടെ നടുവിലായിരിക്കാം. പക്ഷേ അതിൻ്റെ മധ്യത്തിലും
മുഖത്ത് നോക്കിയൊരു പ്രകാശമുണ്ട്. സ്തോത്രം. മുഖത്ത് നോക്കിയൊരു സന്തോഷമുണ്ട്. പക്ഷേ ചിലർക്കാണെങ്കിൽ എല്ലാം ഉണ്ട്, ജീവിതത്തിൽ ഇനി എന്ത് വേണമെന്ന് അങ്ങോട്ട് ദൈവത്തോട് ചോദിക്കുന്നവരുണ്ട്. സ്തോത്രം. പക്ഷേ അവർക്ക് സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. അവൻ നല്ല മെത്തേ കിടന്നാൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അവൻ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് മുകളിൽ ആകാശം, ആമേൻ, താഴെ ഭൂമി എന്ന് പറഞ്ഞതുപോലെ ഒരു യാക്കോബിൻ്റെ അനുഭവത്തിൽ കല്ലിന്മേൽ തലവെച്ച് കിടന്നാലും ഹല്ലേലൂയ അവിടെ സമാധാനത്തോടെ മയങ്ങുവാൻ ആമേൻ നമ്മളെ സാധിപ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി ആത്മാവിലാണോ ചലിക്കുന്നത്, ഒരു വ്യക്തി ആത്മാവിലാണോ അവർ ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ പോലെ ഡൈനാമിക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മാവിലാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ സ്വയം പരിശോധിക്കാം, എനിക്ക് തന്നെ പരിശോധിക്കാം. ഇന്ന് ദൈവത്തിൻ്റെതായ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ കത്തുന്നില്ലെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അല്ല നയിക്കപ്പെടുന്നത്. യു മൂവ്ഡ് അവേ ഫ്രം ദ വേ. നിങ്ങൾക്ക് സന്തോഷമല്ല, നമുക്ക് ഹാപ്പിനെസ് അല്ല. എന്തെങ്കിലും കിട്ടുമ്പോൾ ഹാപ്പിനെസ്, ജോലി കിട്ടുമ്പോൾ സന്തോഷം തോന്നും, വിവാഹം കഴിക്കുമ്പോൾ സന്തോഷം തോന്നും, അങ്ങനെ പല കാര്യങ്ങൾ സന്തോഷം തോന്നാം. പക്ഷേ ജോയ്, ഇംഗ്ലീഷിൽ പറയുന്നത് ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ആമേൻ. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കണ്ടാൽ ചോദിക്കാം, നിങ്ങൾക്ക് എന്താ ഇത്ര സന്തോഷം? ആമേൻ. അങ്ങനെ ഒരു അനുഭവത്തിനാണെങ്കിൽ അവിടെ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാം, നമ്മൾ ആത്മാവിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനമുണ്ടോ? നമുക്ക് വറിയും എന്നും നാളെ പറ്റിയുള്ള വിചാരങ്ങളും എല്ലാവർക്കും വരും, സംസാരിക്കുന്ന എനിക്കും ഉണ്ടാകും. പക്ഷേ അതിനെ മറികടക്കാൻ കഴിയുന്നത് ആത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. ആ സമാധാനം അനുഭവിക്കുവാൻ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം, ഒന്നിനെ പറ്റിയും വിചാരപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആത്മാവിൻ്റെ നടത്തിപ്പാണ്, അല്ലേ? അപ്പോൾ പലപ്പോഴും നമുക്ക് ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ, പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസമല്ലാത്തവരുമായിട്ട് പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവരുവാൻ തക്കവണ്ണം പിശാച് തന്ത്രങ്ങൾ ഒരുക്കും. പക്ഷേ ചില കാത്തിരിപ്പുകൾക്ക് അവസാനമില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ലോങ് സഫറിങ്, അങ്ങനെ നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാനുള്ളൊരു കൃപ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരോട് കനിവ് കാണിക്കുവാൻ, അത് ഞാൻ 9 ഫലങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആമേൻ. നമുക്ക് നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ കരുതുവാൻ, അവരെ കാണുവാൻ, ആമേൻ, നമുക്കവരെ കൈക്കൊള്ളുവാൻ, മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ യു ഹാവ് ബീൻ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. മറ്റൊരു തലത്തിൽ ആത്മാവിൽ നയിക്കപ്പെടുക. അല്ലാത്തവർക്ക് ഈ ഗുണങ്ങളുണ്ട്. പക്ഷേ അതല്ല, ഏത് സമയത്തും their actions reflect the virtue. അവിടെ എപ്പോഴും നന്മ ചെയ്യുവാനുള്ളൊരു ഒരു മനസ്സ്. മറ്റുള്ളവരുടെ തകർച്ച കാണുമ്പോൾ പുറമേ കരയും, പക്ഷെ അകമേ ചിരിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ നമ്മൾ അകമേ പരിഹസിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ നമ്മൾ അകമേ ചിരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറമേ കാണിക്കുന്നതല്ല, മുഖസ്തുതി പറയുന്നതല്ല, അകമേ നമ്മൾ എങ്ങനെയാണ്? That's where the Holy Spirit of God resides. നമ്മുടെ താഴ്മയിലാണോ നമ്മൾ പുറമേ കാണിക്കുന്ന താഴ്മയല്ല, നമ്മുടെ അകമേ താഴ്മയുള്ളവരാണോ? ഞാൻ അധികം അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആമേ. നമുക്ക് ഈ ദിവസങ്ങളിലും സെൽഫ് കൺട്രോൾ ഉള്ളവരാണോ? അതെ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നോക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെതായ വ്യക്തിപരമായ നമ്മൾ കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നമ്മുടെ കൂടെ സഹവസിച്ച് നമുക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ നൽകി, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകി, നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ആയിട്ടുള്ള ആ സമാധാനവും സന്തോഷവും നൽകി, നമ്മൾ സമാധാനത്തിൻ്റെ പുത്രന്മാരായി അനേകർക്ക് സമാധാനം കൊടുക്കുന്നവരാക്കി നമ്മളെ മാറ്റാൻ കഴിയുന്നവൻ നമ്മുടെ ശക്തി കൊണ്ടൊന്നും ഇത് സാധിക്കത്തില്ല. വാട്ട് യു നീഡ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വാട്ട് യു നീഡ് ഈസ് ദ ലീഡിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതെ, അവൻ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരാണോ? അവര് എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ആത്മാവിനോട് ചോദിച്ചിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മിൽ പലരും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പകരം പറയുന്ന ഞാനും, എടുത്ത ചില സുപ്രധാന തീരുമാനങ്ങൾ എന്നെ എത്തേണ്ടാത്ത മണ്ഡലങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കാത്ത തലങ്ങളാക്കി തീർത്തിട്ടുണ്ട്. പക്ഷേ ദൈവികമായ ആലോചന, അവിടെ പാപത്തിൽ വീണുപോയ ദാവീദിനോട്
മടങ്ങി വരുന്ന ദാവീദിനോട്, ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ദാവീദിനോട്, തെറ്റിപ്പോയ ദാവീദിനോട് സങ്കീർത്തനം 32:8 പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഞാൻ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി. 32:8 പറയുന്നു, നടക്കേണ്ടുന്ന വഴിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വയ്ക്കും, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയോടെ ആമേൻ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന ചെറുതും വലുതുമായ തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കായിട്ട് നമ്മൾ സമർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ പലരും ചെറിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെ തീരുമാനിക്കാറുണ്ട്. അവിടെയാണ് പലപ്പോഴും ശത്രു കെണി ഒഴിക്കുന്നത്. അതുകൊണ്ട് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ, ഓരോ ദിവസവും എടുക്കുന്ന ഓരോ കാര്യങ്ങളിലും ഗീവ് ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. അത് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട്, കർത്താവേ അവിടുന്ന് എനിക്ക് ദിവ്യ ആലോചനകൾ പറഞ്ഞു തരണമെന്ന് ആമേൻ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഞാനും നിങ്ങളും ചിന്തിക്കാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ കരം ആമേൻ ദൈവം ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ജീവിതങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണയാകും. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ നടക്കേണ്ടുന്ന വഴി നിന്നെ കാണിക്കും എന്ന് പറഞ്ഞാൽ വഴി തെറ്റി പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. പറയേണ്ടാത്തത് കയറി പറയത്തില്ല, ചെയ്യേണ്ടാത്തത് ചെയ്യത്തില്ല. സ്തോത്രം. കരം കൊടുക്കേണ്ടാത്തത് കരം കൊടുക്കത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് പലപ്പോഴും ജഡത്തിൽ തെറ്റിപ്പോകാം. പക്ഷേ ഗോഡ് വിൽ ബ്രിങ് യു ബാക്ക്. ദൈവം നമ്മളെ മടക്കിക്കൊണ്ടുവരും. ഒരു മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ, കർത്താവേ എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. നമുക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഏഷ്യയിൽ കടന്നു വരുവാൻ ആഗ്രഹിച്ചു. ആസിയ എന്നാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയതായിട്ട് കാണുവാൻ സാധിക്കും. എങ്ങനെ വിലക്കി, എങ്ങനെ ശബ്ദം കേട്ടു എന്നുള്ളതിനെപ്പറ്റി നമുക്കിന്ന് പറയാൻ കഴിയത്തില്ല. അതറിയാവുന്ന പലരും കൊണ്ട് അത്ര വലിയ വളരെ ആഴമേറിയ കാര്യമല്ലെങ്കിലും അവിടെ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്നും പിന്നീട് മൂസിയയിലേക്ക് കടന്നു പോകുന്നതും ഒക്കെ തടയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് അപ്പോസ്തലനായ പൗലോസിനെ മക്കോദോനിയയിലേക്കാണ് ദൈവം അയക്കുന്നത്, യൂറോപ്പിലേക്ക് ദൈവം അയക്കുകയാണ്. അപ്പോൾ വ്യക്തമായ ആ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കാത്തിരുന്നുകൊണ്ട് ചില ദൈവപ്രവർത്തികൾ ചെയ്യുവാൻ തയ്യാറായപ്പോൾ എടുത്ത് ചാടാതെ, ഹല്ലേലൂയ, എടുത്ത് ചാടാതെ, വിശ്വാസം എന്ന് പറഞ്ഞ് എടുത്ത് ചാടുവാനല്ല, ആമേൻ, ഒരു ബ്ലൈൻഡ് ജമ്പിങ് അല്ല വിശ്വാസം, ഇരുട്ടിലേക്ക് കുതിച്ചു ചാടുന്നതല്ല വിശ്വാസം. ദൈവിക ആലോചനയോടെ മുൻപോട്ട് കാൽച്ചുവടുകൾ വെക്കുന്നതാണ്. അത് ഇരുട്ടാണെങ്കിലും വെളിച്ചമാണെങ്കിലും. അവിടെ പ്രസംഗിക്കരുത്. പ്രസംഗിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ദൈവം ആഗ്രഹിക്കുമ്പോൾ പ്രസംഗിച്ചാൽ മതി. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പ്രസംഗിച്ചാൽ മതി. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് പോയാൽ മതി. ആമേൻ. പക്ഷെ അവിടെ പോയതുകൊണ്ട് സുവിശേഷത്തിൻ്റെ വാതിൽ യൂറോപ്പിൽ തുറന്നു. ആമേൻ. ഇന്നും നമുക്ക് വേണ്ടി മുന്നോട്ട് പോകുവാൻ ആ ശബ്ദത്തിന് അപ്പോസ്തലനായ പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, റോമിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു, നിന്റെ കൈയും കാലും കെട്ടി നിന്നെ ചങ്ങലക്കിടുന്ന് പറഞ്ഞപ്പോഴും ആമേൻ എല്ലാവരും പറഞ്ഞ ആലോചന പോകണ്ടെന്നാ. പക്ഷേ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നിന്നെ റോമിലേക്ക് പോകുവാൻ, ആമേൻ, ദൈവം നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകൾക്കായിട്ട് ഈ ദിവസങ്ങൾ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നത് ആത്മാവിനെ ആശ്രയിച്ചാണോ? നമ്മളൊരു പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുകയായിരിക്കാം. പക്ഷേ കണ്ടിന്യൂ പ്രേയിങ്, കീപ് ആസ്കിങ്, സീക്ക് നോക്കിങ്. നിങ്ങളെ മുട്ടിക്കൊണ്ടിരിക്കുക, ആമേൻ, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക നമുക്ക്, ആമേൻ. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഗോഡ് വിൽ റിവീൽ. അത് ദൈവം നമുക്ക് വേണ്ടി ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തും. അതേ പരിശുദ്ധാത്മാവിൽ ആയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആമേൻ, ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെതായ നടത്തിപ്പിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാനങ്ങ് പറഞ്ഞു പോവുക. ഹല്ലേലൂയ. അത് ചിലതെങ്കിലും പലർക്കും അറിയാമായിരിക്കാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം മുരടിച്ചു പോയോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നോ? കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ചെല്ലുന്ന പ്രാർത്ഥനകളാണെങ്കിൽ ജഡത്തിലുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ചെല്ലത്തില്ല. കർത്താവേ തരണമേ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം കരുണാമയൻ തന്നെയാണ്. കരയുന്ന കാക്കക്കുഞ്ഞും ദൈവം കൊടുക്കും. അതുകൊണ്ട് കരുണ തോന്നി ദൈവം ചിലത് കൊടുക്കും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവഹിതത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായി തീരുമ്പോൾ, ദൈവവുമായിട്ട് ആ കൂട്ടുബന്ധത്തിലായി തീരുന്ന പ്രാർത്ഥനകളായി തീരുമ്പോൾ, ദൈവവുമായിട്ട് ഒരു സംസർഗത്തിൻ്റെ പ്രാർത്ഥനകളായി തീരുമ്പോൾ, when it becomes
ടു വേ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ വൺ വേ ട്രാഫിക് അല്ല പ്രാർത്ഥന. പ്രാർത്ഥനയെ പറ്റി ഇന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാൻ സാധിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗം വാതിൽ തുറക്കും. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഏതടഞ്ഞ വാതിലും തുറക്കും. ഇന്ന് പരിശുദ്ധാത്മാവിലല്ല, ജഡത്തിൽ നമ്മൾ നിരന്തരമായി ഫരിസേന പ്രാർത്ഥനയാണ്, ചൊല്ലിയ പ്രാർത്ഥനകൾ വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആമേൻ, അത് വില പോകത്തില്ല. ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചായോ ഇല്ലെങ്കിലും കർത്താവ് നിങ്ങൾ നന്നായി ജീവിക്കുക, കർത്താവ് വേണ്ടുന്നതിനെ ഒരുക്കിക്കൊള്ളും. പക്ഷെ അതിനപ്പുറത്ത് ദൈവഹിതം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരമായി ഈ ദിവസങ്ങളിലും ചില വിടുതലില്ലാത്ത വിഷയങ്ങളുടെ മേൽ, ആർക്കും ഈ ദിവസങ്ങളിൽ ആ ചില വിഷയങ്ങളുടെ മേൽ വിടുതലില്ല എന്ന് ദേശത്തിലുള്ളത് പറഞ്ഞാലും നാട്ടുകാർ പറഞ്ഞാലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല. അടഞ്ഞ വാതിലുകൾ തുറക്കും. അവൻ അടയപ്പെടേണ്ട അടയുകയും ചെയ്യും. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം പറയുകയാണ്, ആ വണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ, അല്ലേ? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ, ഐ ഡോണ്ട് നോ വാട്ട് ടു പ്രേ, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രേ. സ്വതം ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് ആത്മാവിലായിരിക്കും. അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. പലതരങ്ങളിൽ പ്രാർത്ഥിക്കാം, പക്ഷേ എഫക്റ്റീവ് പ്രെയർ ഒരു ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആത്മാവിലാണ്. അദ്ദേഹം ആത്മാവിനാൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു, ആത്മാവിനാൽ എടുക്കപ്പെട്ടുകൊണ്ടുപോയ വ്യക്തിയാണ്. പക്ഷേ ശാരീരികമായി ജഡത്തിൽ അദ്ദേഹം ഒരിക്കൽ നിരാശനായി പോയത് നമുക്കറിയാം. കാരണം ആത്മാവിലല്ല അദ്ദേഹം ചിന്തിച്ചത്. ആമേൻ, ആ സമയത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു വരുന്നുവെങ്കിൽ ആമേൻ, അവിടെ ജയമെടുക്കേണ്ട മണ്ഡലങ്ങൾ ഏലിയാവിന് ആ സമയത്ത് തന്നെ ജയം കിട്ടിയനെ. പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ്, അപ്പോൾ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കേണ്ട വണ്ണം നമ്മൾ ബലഹീനരായി തീരുമ്പോൾ, പലപ്പോഴും നമ്മൾ ആകെ അടിപതറി നിൽക്കുമ്പോൾ, പലപ്പോഴും അല്ലെങ്കിൽ ദാവീദിന്റെ ഭാഷയെ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ഉരുകിപ്പോകുന്ന അവസ്ഥകളായി തീരുമ്പോൾ, ഒരു ഓട്ട് കഷ്ണം, അതാണ് കറക്റ്റ് വേർഡ്, ഓട്ട് കഷ്ണം പോലെ ആയി തീരുമ്പോൾ, ആകെ തകർന്ന് തരിപ്പണമായി സ്വതം ഒരു പ്രത്യാശയുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, അവിടെ പറയുന്നു അവാച്യമായ നെടുവീർപ്പുകളാൽ. അത് ഒരുപക്ഷെ യേശുക്രിസ്തു ഗത്സമനിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരിക്കാമെന്ന് പറയുന്നവരുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയായി തീരുമ്പോൾ, അത് മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, പ്രിയമുള്ളവരെ, യൂദായ ലേഖനം 1:20 അവിടെ പറയുന്നു, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിക്കൊണ്ടും. അപ്പോൾ പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതാ. ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല. പ്രാർത്ഥിച്ച് മടുത്തു പോകുന്നവരുണ്ട്, പ്രാർത്ഥിച്ച് തളർന്നു പോകുന്നവരുണ്ട്. പക്ഷെ ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ കുതിച്ചു പൊങ്ങും, നിങ്ങൾ ശക്തി പ്രാപിക്കും. ദാറ്റ് മീൻസ് ആത്മീയ വർദ്ധന, യു വിൽ ബി എഡിഫൈഡ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടു വരും നാൾ തോറും. ഇന്നലെ കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കണ്ട ഒരു വ്യക്തിയല്ലായിരിക്കും നിങ്ങൾ ഈ വർഷം. നിങ്ങൾ ബലപ്പെട്ടുകൊണ്ടിരിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, ദൈവം നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റും. അല്ല, അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവശക്തിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള പ്രാർത്ഥനകൾ, നമ്മൾ ചിന്തിക്കാത്ത മണ്ഡലങ്ങൾ പ്രാർത്ഥനകൾ കയറിപ്പോകും. നമ്മൾ ചിന്തിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാ നിയന്ത്രണം. നിങ്ങൾ വാ തുറക്കുമ്പോൾ നിങ്ങൾ ചില ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ചില സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യും, അടുത്ത് എന്ത് പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെങ്കിൽ വാ തുറക്കുമ്പോൾ പിന്നെ ബാക്കി ആത്മാവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. അതിനകത്തൊരു ശക്തിയുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്. മറ്റൊരു പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ കേട്ടോ, അത് അന്യഭാഷ പ്രാർത്ഥനയാണ്. ഇന്ന് അനേകർ അന്യഭാഷയിൽ ഉള്ള പ്രാർത്ഥനകളിൽ കളിയാക്കുന്നവരുണ്ട്. അന്യഭാഷ നിന്ന് പോയിട്ടില്ല. അന്യായ ഭാഷ ഒരുപോലെ പറയുന്നവരുമുണ്ട്.
അന്യഭാഷ അല്ലാത്ത ഭാഷയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വാക്കുകൾ ദൈവം നിങ്ങളുടെ വായിൽ തരും. അത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഭാഷ ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ ആത്മാവിൽ പറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. നമ്മൾ അറിയാതെ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. നോക്കുക, അന്യഭാഷയിൽ നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുള്ള അന്യഭാഷ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അനേകർ പൊതുവായി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് തെറ്റോ ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കുള്ളിൽ ആണ് അന്യഭാഷ പൂർണ്ണമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടത്. മണിക്കൂറുകൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരുണ്ട്, സ്തോത്രം. അത് ദൈവത്തിൽ യഥാർത്ഥത്തിൽ ആത്മീയഭാഷയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മീയ വർധന വരുത്തും, നിങ്ങളെ ദൈവം ബലപ്പെടുത്തും, പൈശാചിക മണ്ഡലങ്ങൾ തകരും. അന്യഭാഷയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നമുക്ക് തന്നെ ഒരു സ്വാതന്ത്ര്യവും വിടുതലും നമുക്ക് അനുഭവിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും തളർന്നു പോകില്ല. അന്യഭാഷയിലാണെങ്കിൽ, നിങ്ങൾ ആത്മാവിലാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു അന്യഭാഷയുണ്ടല്ലോ, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലായി. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ആഫ്രിക്കനായ ഒരാൾ യൂറോപ്പിൽ വന്ന് ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്യഭാഷയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മുമ്പിൽ നിന്നൊരു മലയാളി പെൺകുട്ടിയായിരുന്നു. അവർ സാക്ഷ്യം പറഞ്ഞാണ്. അവർ പറഞ്ഞു, ഇദ്ദേഹം മലയാളത്തിൽ ഇവരറിയാത്ത ആ സമയത്ത് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ മലയാളിയല്ല, ഒരു ആഫ്രിക്കനായിരുന്നു. എന്തുമാകട്ടെ, അപ്പോൾ അങ്ങനെയുള്ള ഭാഷകളുമുണ്ട്. ആത്മാവിലുള്ള നടത്തിപ്പുകളുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇതിലേക്ക് ആണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. കേവലം ഒരു ആത്മാവിൻ്റെ നിറവിലല്ല, മാത്രമല്ല കേവലം ഒരു ആത്മാവ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലല്ല, നിന്റെ മേൽ കൈവെപ്പിനാൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ നമുക്ക് മറ്റൊരു തലങ്ങളിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് പാപത്തിൻ്റെ മേലുള്ള ജയം. നമുക്ക് പാപത്തെ മറികടക്കാൻ ജഡത്തിൽ കഴിയുന്നവരായി എത്ര ഉന്നതമായ ആത്മീയ തലത്തിലിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും അവർ ജീവിക്കുന്നത് താഴ്ചയുള്ള ശരീരത്തിലാണ്, പാപജഡത്തിലാണ്. പക്ഷെ റോമർക്ക് ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുകയാണ്. എന്താണ് പറയുന്നത്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. നോക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. മറ്റൊരു രീതിയിൽ സിമ്പിളായിട്ട് എൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു വെളിച്ചം എങ്ങനെയാണ്? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം പൗലോസിനെ പോലെ അറിയത്തില്ലായിരിക്കാം, പക്ഷെ ബോത്ത് സൈഡ്സ് ഓഫ് ദ അപ്പുറവും ഇപ്പുറവും എല്ലാം പച്ചവെള്ളം പോലെ അതിൻ്റെ ഡോട്ടും കോമായും ഒക്കെ അറിയാവുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുക, ന്യായപ്രമാണം അനുസരിക്കാൻ ആർക്കും കഴിയുകയില്ല പൂർണ്ണമായിട്ടും. പക്ഷേ ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം കടന്നു വരുമ്പോൾ നിങ്ങളിത് പോയി പഠിക്കണ്ട, ഇതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ പ്രമാണങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. നോക്കുക, ബുദ്ധിക്കപ്പുറമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പാപവും നീതിയെപ്പറ്റി, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഇതൊന്നും ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചില്ലെങ്കിലും ഇതിലൂടെ നടത്തിപ്പിക്കാൻ കഴിയുന്ന ഒരുവനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരല്ല. അതുകൊണ്ട് നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ തയ്യാറാകാം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് പരിശുദ്ധാത്മാവിൽ നടക്കുന്നവൻ പാപത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. മറ്റൊന്നുമല്ല, ചില കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് താല്പര്യം തോന്നിയാലും, ചിലതൊക്കെ ദൈവഹിതമല്ലാതെ ചെയ്യുവാൻ തോന്നിയാലും, ഈ ആത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ, ആത്മാവിൻ്റെ ശക്തി ഉള്ളിൽ വസിക്കുമ്പോൾ അതിനെ മറികടക്കുവാൻ നമുക്ക് വളരെ ഈസിയായിട്ട് സാധിക്കുന്നു. അതിന് വലിയ സ്ട്രഗിളൊന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. തിരുവചനം പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് എത്ര പേര് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മ്ലേച്ഛകരമായ കാര്യങ്ങളിലേക്ക് ജഡം നമ്മളെ നയിക്കുമ്പോൾ അതിനെ മറികടക്കുവാൻ തക്കവണ്ണം നമ്മൾ അതിനകത്ത് കിടന്ന് പലപ്പോഴും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിനെ വളരെ ഈസിയായിട്ട് മറികടക്കുവാൻ നമുക്ക് സാധിപ്പിക്കുന്നവൻ പരിശുദ്ധാത്മാവ്. ഇന്ന് അതൊന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കർത്താവേ, അതിൻ്റെ മേൽ എനിക്കൊന്ന് ജയം തരണം, അതിനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപ എനിക്ക് തരണം. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ രോഗിയെ തൊട്ടാൽ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താകും. ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിക്ക് പൈശാചിക മണ്ഡലത്തിൻ്റെ മേൽ ജയമുണ്ട്. അല്ലെ, നിങ്ങൾ ആത്മാവിലാണോ നയിക്കപ്പെടുന്നത്? യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി അതിനുശേഷം ആത്മാവിനാൽ നയിക്കപ്പെട്ടതിന് ശേഷം ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ഗലീലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭൂതങ്ങൾ പുറത്തായി. യേശുക്രിസ്തുവിൻ്റെ ആലയത്തിനകത്ത് യേശുക്രിസ്തു വന്ന് നിൽക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ പുറത്തു പോകും. അത്ര ശക്തമായി പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നു. ഡെറക് പ്രിൻസൺ എന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നു, അദ്ദേഹം പലപ്പോഴും ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ദുരാത്മാവുള്ളവരിലെ ദുരാത്മാവ് ഒന്നും പറയാതെ പുറത്തു വരും. അങ്ങനെയുള്ള ദേവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആത്മാവിൽ ചലിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് നീങ്ങിക്കൊണ്ടിരിക്കും. ഹോളി സ്പിരിറ്റ് ഹീസ് ഹോവറിങ്. വെറുതെ ഇരിക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാവിനെ നിങ്ങൾ ഉജ്ജ്വലിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ്റെ താല്പര്യം വരും. നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരു ആഗ്രഹം വരും. പൈശാചികമുള്ള എനിക്ക് ജയം വേണമെന്ന് എനിക്കൊരു ആഗ്രഹം വരും. എന്നെ ഉള്ളിൽ കിടക്കുന്ന നുഖങ്ങളെ തകർക്കുവാൻ എനിക്ക് കർത്താവേ ശക്തി വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മുടെ തന്നെ വിടുതൽ നമ്മുടെ കരങ്ങളിലാണ്. അതിന് വേണ്ടുന്ന മുഴുവൻ റിസോഴ്സും ദൈവം നമ്മുടെ അകത്തളങ്ങൾ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതൊന്ന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ ചെക്കൊന്ന് മാറാൻ തയ്യാറാണ്. ചെക്ക് കയ്യിരിപ്പുണ്ട്, സൈൻ ചെയ്തു, പക്ഷേ അതൊന്ന് ട്രാൻസാക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കിട്ടേണ്ടത് ഈ ദിവസങ്ങൾ ദൈവം നമ്മുടെ മേൽ തരും. ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം വന്നു. അവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ മിനിസ്ട്രി മാറി. നിങ്ങളുടെ മിനിസ്ട്രിക്ക് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് എനിക്കറിയാവുന്ന ചില ദൈവസഭകളിൽ ചെന്നാൽ പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ പറയാൻ എല്ലായിടത്തും വല്ല ചിലയിടങ്ങളിൽ അവർക്ക് മടിയാണ്. പക്ഷേ അവിടെ ഒരുമാതിരി വരണ്ട അനുഭവത്തിലേക്ക് ദൈവസഭകൾ കടന്നു പോവുകയാണ്. ദൈവം തന്നിരിക്കുന്ന ചിലത് എൻകാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന സമാധാന ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന ജയജീവിതം കഴിയാൻ സാധിക്കുന്നില്ല. അടിച്ചമർത്തുകളുടെ കീഴിൽ, നുഖത്തിൻ്റെ കീഴിൽ കഴിയാനല്ല. ഈ ദിവസങ്ങളിൽ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഒരു ദൈവവൈതലിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ 6-7 വാക്യത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അതിൻ്റെ 6-7 വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഗലാത്യർക്ക് ലേഖനം അതിൻ്റെ 4-ാം അധ്യായമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ മക്കൾ അല്ലേ, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ആമേൻ. അപ്പോൾ നിങ്ങൾ മക്കളാണ്. ശരിയാണ്. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ, ജഡത്തിൽ ജനിക്കുമ്പോൾ നമ്മളിൽ പലരും ആദ്യം വിളിക്കുന്ന അമ്മാന്നാ. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആത്മാവിൽ ജനിക്കുന്ന ഒരുവൻ ആദ്യം വിളിക്കുന്നത് ആബാന്ന. സ്വർഗപിതാവ് ആരാണെന്ന് തിരിച്ചറിയും. അപ്പോൾ പറയുകയാണ്, ആബാ പിതാവ് എന്ന് സുപുത്രൻ്റെ ആത്മാവിനെ ഉള്ളിൽ പകർന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ അയച്ചു. അങ്ങനെ നിങ്ങൾ ദാസനല്ല. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ അല്ലേ പുത്രനത്രേ. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു.
അവിടെ അതെ ദൈവഹിതത്താൽ അവകാശിയാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് അവകാശിയായി തീരുകയാണ്. അപ്പോൾ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് ശിശുവായിരിക്കുവാനല്ല അവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സമയമുള്ളപ്പോൾ 4-ാം അധ്യായം വായിച്ചാൽ മതി. പലതും അറിയാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി. അവകാശി, നിങ്ങൾ അവകാശിയാണ്. ഈ അവകാശി നിങ്ങളൊരു നല്ല സമ്പത്തുള്ള അല്ലെങ്കിൽ വളരെ പ്രതാപമുള്ള അല്ലെങ്കിൽ സ്വർഗീയ കുടുംബത്തിനകത്തുള്ള ദൈവത്തിൻ്റെ പൈതലാണ്, സ്വർഗത്തിന് അവകാശിയാണ്. പക്ഷേ ശിശുവായിരിക്കുന്നതും കാലം എന്താണ്? ദാസനേക്കാളും വിശേഷതയുള്ളവനല്ല. അതെ, എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിൻ്റെ മെച്യൂരിറ്റിയിലേക്ക്, ആത്മാവിൻ്റെ വളർച്ചയിലേക്ക് യേശുക്രിസ്തു ആത്മാവിൽ കർത്താവായ യേശുക്രിസ്തു വളർന്നുകൊണ്ടിരുന്നതുമാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവന് ജഡത്തിൽ മാത്രമല്ല ആത്മാവിലും നിരന്തരമായി ബലപ്പെട്ടുകൊണ്ടിരുന്നു. അതെ, ലൂക്കോസ് സുവിശേഷം 2:52 വായിക്കണമെന്നില്ല. യേശുവോ ആത്മാവിൽ ജനിച്ച വ്യക്തിയായ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. പക്ഷേ ജ്ഞാനത്തിലും വളർച്ചയിലും, നോക്കുക, ജ്ഞാനത്തിൽ യേശു വളർന്നു. അത് യേശു എന്ന വ്യക്തിയാണ്. പക്ഷേ അതിനപ്പുറത്ത് അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെങ്കിലും അവൻ ശാരീരികമായി വളർന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ആ യേശുക്രിസ്തു 30-ാം തിരുവയസ്സിൽ ആണ് പിന്നീട് അത് ദൈവം ആഗ്രഹിക്കുന്ന സമയമായപ്പോഴാണ് ആ വാഗ്ദത്തത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇന്ന് ആത്മാവിൻ്റെ ഒരു നിറവ് യോർദാന്റെ തീരത്ത് യേശുവിൻ്റെ മേൽ ഇറങ്ങുമ്പോൾ അതിനുശേഷമാണ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യേശുക്രിസ്തുവിനെ ദൈവം നയിക്കുന്നത്. ഇവിടെ പറയുന്നു ഗൃഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ചില വാഗ്ദത്തങ്ങൾ ഇനിയും മുടങ്ങിക്കിടക്കുകയാണോ? ചില ദൈവിക അധികാരങ്ങൾ ഇനിയും പകരപ്പെട്ടിട്ടില്ലേ? ഈ ദിവസങ്ങൾ ചിലതൊക്കെ നമുക്ക് അവകാശമായി കിട്ടിയിട്ടില്ലേ? Come on, today let's pray and ask the Lord. കർത്താവേ, ആത്മാവിൽ ഞാൻ വളരുവാൻ, ആത്മാവിൽ ഞാൻ ബലപ്പെടുവാൻ, എൻ്റെ കാലുകൾക്ക് ഈ ദിവസങ്ങൾ ബലം കിട്ടുവാൻ, ആത്മാവിൽ ഞാൻ നടക്കുന്നവനായി മാറുവാൻ, നിന്നാൽ പടക്കൂട്ടുന്ന നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിലിനെ ചാടിക്കടക്കുമെന്ന് ദാവീദ് പറയുകയാണ്. ആമേൻ. ഒരു കുഞ്ഞ് വളരുമ്പോൾ ശിശുവായും 4 കാലയിലാണ് നടക്കുന്നത്. പിന്നെ എഴുന്നേറ്റ് നിൽക്കും, കാലിന് ബലമില്ല, പിന്നെ പാൽ കുടിക്കുന്നു, പിന്നെ കട്ടിയായിട്ടുള്ള ആഹാരം തിന്നുന്നു. അങ്ങനെ കുഞ്ഞ് വളരുന്നു. കുഞ്ഞ് വളർന്ന് 18 വയസ്സാകുമ്പോൾ ആമേൻ ഈ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് സ്തോത്ര അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല. ആമേൻ. അവന് ബുദ്ധിക്ക് വളർച്ച വന്നിട്ടില്ലെങ്കിൽ അവന് കൊടുക്കേണ്ടത് ബില്ല് അല്ലെങ്കിൽ അവനുള്ള അവകാശത്തെ പിതാവ് ഒരു നാളും കൊടുക്കാൻ പോകുന്നില്ല. അവൻ പക്ഷേ അവൻ ആത്മീയനായി തീരുമ്പോൾ, ആത്മാവിൽ വളരുമ്പോൾ അവൻ രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനായിരിക്കും. അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവദാസന്മാരെ ഏൽപ്പിക്കും. ആമേൻ. നിങ്ങൾ ചില സ്തോത്രം ദൈവിക വചനത്തിൻ്റെ കീഴിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിനപ്പുറത്ത് ഒരു കാലഘട്ടം നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു 18 വയസ്സാകുമ്പോഴാണ് നമുക്ക് വോട്ടവകാശം കിട്ടുന്നത്, ലൈസൻസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ചെന്ന് ചോദിച്ചാൽ ആരും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ആത്മീയ പക്വതയിലേക്ക് വന്നാലേ ചില ദൈവിക ശുശ്രൂഷകളും ദൈവിക അധികാരങ്ങളും ദൈവികമായിട്ടുള്ള വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും എല്ലാമല്ല ചിലതൊക്കെ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ആത്മാവിൻ്റെ, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സമയത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ എങ്ങനെ നടക്കണമെന്നുള്ള മറ്റൊരു വിഷയമാണ്. അതിലേക്ക് നമുക്ക് കൂടുതൽ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന എല്ലാമൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നത് ദൈവമക്കളോട് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളല്ലോ. എല്ലാം അറിയുന്നവൻ ദൈവമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂർണ്ണമായും നയിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിന് പുത്രൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളായിരുന്നു. അവിടെ എല്ലാ സമയത്തും കർത്താവ് ജീസസ് വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം കർത്താവിനെ നയിക്കുവാൻ സാധിച്ചു. അതേ
ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ദൈവ വൈതലായി തീർന്നു. നമ്മൾ മുട്ടേ നടന്നു, പിന്നെ എഴുന്നേറ്റ് നിന്നു, പിന്നെ കാലുകൾക്ക് ശക്തി കിട്ടി, ഓടാൻ തുടങ്ങുന്നു. ആമേൻ. പലരും നമ്മളെ കയറം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗൃഹവിചാരന്മാരൊക്കെ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇത് കഴിക്കരുത്, അതെടുക്കരുത്, തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു തരം കഴിയുമ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ജ്ഞാനം നമ്മൾ പ്രാപിക്കുന്നു. അത് പ്രാപിക്കുന്ന ആത്മാവിൻ്റെ ബലത്തിലാണ്, ആത്മാവിൻ്റെ ശക്തിയിലാണ്. അതെ, യേശു ക്രിസ്തു വളർന്നു. അതേ, പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അങ്ങോട്ട് തുടങ്ങി ക്രൂശ് വരെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തവും ശക്തവുമായി നടന്നു. ക്രൂശിലെ ജയം യേശു ക്രിസ്തുവിന് ലഭിച്ചത്, ആമേൻ, പരിഹസിക്കുന്നതിന് മുമ്പിൽ, നിന്ദിക്കുന്നതിന് മുമ്പിൽ, കൂത്തുകാഴ്ചയാക്കിയവരുടെ മുമ്പിൽ നീ ദൈവപുത്രനെങ്കിൽ, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ, ഈ അപ്പത്തെ ഈ കല്ലിനെ അപ്പമാക്കാൻ പറയുമ്പോൾ നീ ദൈവപുത്രനെങ്കിൽ, ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടുവാൻ പറയുമ്പോഴൊക്കെ അതിനു മുമ്പിൽ നിസ്സംഗനായി നിൽക്കുന്ന യേശു, അതിനു മുമ്പിൽ താഴ്മ ധരിക്കുന്ന യേശു, ആമേൻ, തന്നെ ആമേൻ മുന്നോട്ട് നടത്തുവാനും അതിനു മുമ്പിലൊക്കെ ആമേൻ വേണ്ടുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു നിയന്ത്രണം ജഡത്തിനുണ്ടായതിൻ്റെ കാരണം പരിശുദ്ധി ആത്മാവുള്ളതുകൊണ്ടാണ്. പല ചോദ്യങ്ങളിലും യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ അവർ ശ്രമിച്ചു. അവൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു. പക്ഷേ അതിലൊന്നും വീഴ്ത്തുവാൻ സാധിച്ചില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം യേശുവിൻ്റെ പേരുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് പറയണമെന്നും എന്ത് പറയേണ്ടെന്നും എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും, ആമേൻ, ആരോട് സഹവർത്തിത്വം വേണം, ആരുമായിട്ട് വേണ്ട എന്നൊന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ചു തരും. അത് നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാം, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടാം. യു ക്യാൻ ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അനോയിന്റിങ് ഈസ് വൺ ടൈം എക്സ്പീരിയൻസ്. ദൈവിക അഭിഷേകം ഒരു ജീവിതത്തിൽ ഒരനുഭവമായിരിക്കാം. പക്ഷേ ഫില്ലിങ്, ദൈവത്തിന് ആത്മാവിൻ്റെ നിറവ് എല്ലാ ദിവസവും നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കും. ചില ദിവസമൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരുമാതിരി ഉണങ്ങി വരണ്ട, പലപ്പോഴും നമുക്ക് ഒരു ആശ്വാസമില്ലാതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകും. പക്ഷേ എന്ന് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരാത്മീയ ജീവിതം നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എഫീഷ്യർക്ക് ലേഖനം 5-ന്റെ 17-ാം അധ്യായത്തിൻ്റെ എഫീഷ്യൻസ് 5:17 അവിടെ പറയുന്നു, നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ആത്മാവിന്റെ നടത്തിപ്പിൽ ഉള്ള ഒരു ജീവിതത്തെ പറ്റി എഫീഷ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിലും ആത്മാവിൻ്റെ നടത്തിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ബുദ്ധിഹീനരാകരുത്, കർത്താവിൻ്റെ ഇഷ്ടം എന്നത് തിരിച്ചറിയണം. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ അതിന് വേണ്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ നടക്കുവാൻ തിരുവചനം പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായി തീരുവാൻ. അപ്പോൾ ബീയിങ് ഫിൽഡ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഫിൽഡ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിൽ ഒരു ജീവിതമുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ നടക്കണമോ, യു ഹാവ് ടു ബി ഫിൽഡ്. ഒരു കാറിന് പെട്രോൾ അടിച്ചില്ലെങ്കിൽ അത് മുന്നോട്ട് പോവുകയില്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അധികം നിൽക്കത്തില്ല. അപ്പോൾ എത്രയധികം നമുക്ക് ചാർജ് ആകാൻ സാധിക്കുന്നുവോ അത്രയധികം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്രമാത്രം നമുക്ക് ചാർജ് ആകാൻ സാധിക്കുന്നുണ്ടോ അത്രയും നമുക്ക് ചാർജ് ആക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഓടാനുള്ള പെട്രോള് വണ്ടിക്കകത്തില്ലെങ്കിൽ വണ്ടി വഴി നിന്ന് പോകും.
ചിലരൊക്കെ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും, വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതുപോലെ തള്ളിയും ഉന്തിയും പോകാനുള്ളതല്ല നമ്മുടെ ആത്മീയ ജീവിതം. നമുക്ക് ഈ ദിവസം എല്ലാ ദിവസവും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനകളായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ വചനധ്യാനത്തിൽ തീ കത്തട്ടെ. സ്തോത്രം. ആ വചനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ബുദ്ധിയെ പകരുന്നത്. ബുദ്ധിഹീനരാകാതെ ദൈവത്തിന് ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടം മുഴുവൻ ദൈവവചനത്തിനകത്ത് കിടപ്പുണ്ട്. പ്രവാചകൻ്റെ അടുത്ത് പോകാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും, മിക്കവാറും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അല്ലാത്ത ചോദിക്കുന്നത് കുഴപ്പം ഞാൻ കുറ്റം പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ പ്രവാചകനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ. വീഞ്ഞ് കുടിച്ച മത്തര, ചിലർ പറയും അല്പം വീഞ്ഞ് കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല. വീഞ്ഞ് കുടിക്കുന്നത് പക്ഷെ മത്തരാകണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മത്തരാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീഞ്ഞ് കുടിക്കുന്നത്? നമുക്ക് പരിശുദ്ധാത്മാവിനെ നിറയുവാൻ. കാരണം വീഞ്ഞ് അധികം കുടിച്ചാൽ അവിടെ പറയുന്നു ദുർനടപ്പുണ്ടാവും. എന്ന് കഴിഞ്ഞാൽ കാല് ഇടറാൻ തുടങ്ങും. സ്തോത്രം. ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോകാൻ തുടങ്ങും. പക്ഷേ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ് കുടിച്ചാൽ, പരിശുദ്ധാത്മാവാകുന്ന സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ, അതിനനുസരിച്ച് എത്രയധികം ഞാൻ നിറയുന്നു, അതിനനുസരിച്ച് എൻ്റെ കൺട്രോൾ തെറ്റത്തില്ല, അതിനനുസരിച്ച് എൻ്റെ കൺട്രോൾ വർദ്ധിക്കത്തേ ഉള്ളൂ. അതിനനുസരിച്ച് ഞാൻ മുന്നോട്ടുള്ള ശക്തിയിൽ ഈ ദിവസങ്ങൾ വർദ്ധിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഇത് ഉച്ച സമയമാണല്ലോ, അതെ നിങ്ങൾ വീഞ്ഞ് കുടിച്ചു എന്ന് പത്രോസിനോട് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല ഇത് നട്ടുച്ച സമയം, നട്ടുച്ചയ്ക്ക് വീഞ്ഞ് കുടിക്കുന്നവരല്ല ഞങ്ങൾ. ആമേൻ. സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഞങ്ങൾക്ക് ഇത്ര ധൈര്യം നൽകിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഒളിച്ചിരുന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആമേൻ. ആത്മാവ് നിറഞ്ഞവരായി തീരുകയാണ്. ആമേൻ. അങ്ങനെ ഇന്ന് നിറഞ്ഞവരെ ഒരിക്കൽ ഭയപ്പെട്ട് ഇരിക്കുമ്പോൾ അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ആമേൻ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ഭയപ്പെടുക, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ പെട്ടെന്ന് ആ സ്ഥലത്തെ നിന്ന് കുലുക്കി വീണ്ടും പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും അവരെ നടത്തുകയാണ്. ആത്മാവ് നിറഞ്ഞവരായി ഈ ദിവസം നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ പാടുന്ന പാട്ടുകൾ സിനിമാ പാട്ടുകളല്ല പാടേണ്ടത്. ആമേൻ. പലപ്പോഴും സിനിമാ പാട്ടുകൾ നമ്മുടെ ജഡത്തിൽ വന്നേക്കാം, പലപ്പോൾ എൻ്റെ ഉള്ളിലും വരാറുണ്ട്. പക്ഷേ അത് വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് തിരിച്ചറിയാം, എൻ്റെ ആത്മാവിൻ്റെ സന്തോഷം എനിക്ക് കിട്ടണമെങ്കിൽ കഥാവിൻ്റെ ആത്മാവുള്ള പാട്ടുകളായി തീരണം. ആമേൻ. ഒരുപക്ഷെ ചില വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉള്ളിൽ പാട്ടായിരിക്കും തരുന്നത്. ആ പാട്ട് നമ്മൾ പാടാൻ തുടങ്ങുമ്പോൾ ആമേൻ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ അതിലൂടെ നമ്മൾ ഇടപെടുവാൻ. ഒരുപക്ഷെ ഒരു വചനമായിരിക്കാം, ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ആമേൻ. അപ്പോൾ നമ്മൾ ആത്മാവ് നിറഞ്ഞവരാകുമ്പോഴാണ് പലപ്പോഴും ദൈവം നമ്മളോട് ഇടപെടുന്നത്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. അതേ നമുക്ക് ഈ ദിവസങ്ങളിൽ ലിവ് ആൻഡ് വാക്ക് ഇൻ ദ സ്പിരിറ്റ്, നമുക്ക് ആ ആത്മാവിൽ ജീവിക്കുവാൻ. അങ്ങനെ ആത്മാവിൽ ജീവിക്കുന്ന, ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ആമേൻ ഈ ദിവസങ്ങളിൽ നടക്കാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇരുന്ന് പോകും. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവരെയാണ് കഴുകനെ പോലെ ചിറകടിച്ച് കയറുന്നത്. കാക്കയും കഴുകനും പറക്കുന്ന വ്യത്യാസം നമുക്കറിയാം. കാക്ക ഒരു തലത്തിൽ നിന്ന് മുകളിലോട്ട് പോകത്തില്ല. കാക്കാന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, താഴോട്ടായിരിക്കും നോക്കുന്നത്. പക്ഷേ ആമേൻ കഴുകൻ അങ്ങനെയല്ല. കഴുകൻ എപ്പോഴും മുകളിലേക്ക് നോക്കും. പ്രതികൂലങ്ങൾക്ക് മറികടക്കുവാൻ ആമേൻ ആണ് കഴുകൻ എപ്പോഴും ശ്രമിക്കുന്നത്. ആ കഴുകൻ്റെ ചിറകുകൾക്കൊരു ശക്തിയുണ്ട്. കഴുകൻ്റെ ചിറകിൻ്റെ മേൽ ഈ വഹിച്ച ദൈവത്തെ ആരാധിക്കുന്നത് കഴുകനെ പോലെ നമ്മൾ ചിറകടിച്ച് പറക്കുവാൻ, ആത്മാവിൽ നിയന്ത്രിതമായി ആ കാറ്റിൽ ആമേൻ ഒരു കഴുകൻ തൻ്റെ ചിറകുകൾ വിരിച്ച് ആ കാറ്റിനോട് ചേർന്ന് ആമേൻ പോകുന്നത് പോലെ ഈ ദിവസങ്ങളിലും ആത്മാവിൻ്റെ നടത്തിപ്പുകൾക്കായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയങ്ങൾക്ക് പരിമിതികൾ വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ അതെ മോഹം നിങ്ങൾ നിവർത്തീകരിക്കുകയില്ല. അവിടെ പറയുന്നു ഈ ദിവസങ്ങളിലും ജഡത്തിൻ്റെ ജഡാഭിലാഷം ആത്മാവിന്, ആത്മാഭിലാഷം ജഡത്തിനും വിരുദ്ധമാണ്. അതെ, ഇത് രണ്ടും കൂടെ പോകത്തില്ല. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ സഭയോട് ഇത് പറയുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ആത്മാവിൻ്റേതായ പ്രവൃത്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ പറയുന്നുണ്ട്. അത് പ്രവൃത്തിയാണ്. ആത്മാവിൻ്റെ ഫലങ്ങളെ പറ്റിയും പറഞ്ഞു. 19 കാര്യം പ്രവൃത്തിയാണെങ്കിൽ 9 കാര്യങ്ങൾ ഫലങ്ങളാണ്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തി അവർ വീണ്ടും മോശയുടെ നിയമത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഒരു ദുരുപദേശം സഭയ്ക്കുള്ളിൽ വന്നപ്പോൾ അത് പ്രവൃത്തിയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവരോട് പറഞ്ഞു, ഇനി ന്യായപ്രമാണത്തിനെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നിങ്ങൾ വീണ്ടും ഒരുപക്ഷെ നുകത്തിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലേക്ക് പോകാം. അതല്ല, ആത്മാവിലുള്ള നടത്തിപ്പുകളിലേക്ക് പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ നിറഞ്ഞുള്ള
ജഡത്തിൻ്റെ മേൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ അറിയുന്നില്ലെങ്കിലും ആത്മാവിൽ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ആമേൻ ഇസ്രായേൽ ദൈവ മക്കൾക്ക് ദൈവജനത്തിനുള്ള ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുവാൻ ഉള്ള കൃപ നൽകണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൻ്റെ ഫലത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൻ്റെ സന്തോഷത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ ലിവ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് വാക്ക് ഇൻ ദ സ്പിരിറ്റ്, അനുസരിച്ച് നടപ്പിൻ. ആമേൻ അവിടെ പറഞ്ഞു. അതിന് ഇംഗ്ലീഷിൽ ആണ് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. സോ ലിവ് ഇൻ ദ സ്പിരിറ്റ് സോ യു ക്യാൻ വാക്ക് ഇൻ ദ സ്പിരിറ്റ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെക്കുമ്പോൾ ഈ ദിവസങ്ങളിലും ആ പ്രമാണങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇന്ന് പാരമ്പര്യ സഭയിൽ ആയിട്ടുള്ള വിശ്വാസ സംഹിതകളിലും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ജീവിതത്തിനോടും രണ്ട് തോണിയിൽ കാൽ വെച്ച് നിൽക്കാൻ ശ്രമിക്കുന്നവർ, അതിനെപ്പറ്റി ഞാൻ പറയുന്നത്, അത് പലപ്പോഴും നമ്മളെ ഒരു കെണിയിൽ അകപ്പെടുത്തും. നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മറുതോണിയിലേക്ക് ആത്മാവിൻ്റെ ഒരു നീക്കത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങളിലും അവർ ഇസ്രായേൽ മക്കളുടെ അവരുടെ ഗലാത്യ സഭയ്ക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായിട്ടും ആത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഈ ദിവസങ്ങളിലും ജഡത്തിലും ആത്മാവിലും ഇടകലർന്ന് ജീവിക്കുവാനല്ല, ആത്മാവിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവടയാകട്ടെ. അതെ, മറിച്ചിടാത്ത ദോഷയാണ് എഫ്രായിം എന്ന് പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? ദൈവവചനത്തിലൂടെ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ, അവിടെ ജാതികളോട് ഇടകലർന്നിരിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ബുദ്ധികെട്ട ഒരു ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് അതേ ജഡം കൊണ്ട് അവ സമാപിക്കുന്നു. ഇതെല്ലാം ദൈവം നൽകിയെങ്കിൽ, വെറുതെ ആത്മാവിനെ നൽകിയെങ്കിൽ വീണ്ടും ജഡത്തിലേക്ക് പോകുവാനല്ല, നമുക്ക് ഈ ദിവസങ്ങൾ ആത്മാവിൽ ജീവിക്കുവാൻ, നമുക്ക് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാം. നമുക്ക് ഉപേക്ഷിക്കേണ്ടതിനെ നമുക്ക് ഉപേക്ഷിക്കാം. ലോകവുമായിട്ട് സമ്മിശ്ര ജാതിയാണ് പലപ്പോഴും. അവരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കളെ യഥാർത്ഥത്തിൽ അവരെ മരുഭൂമിയിൽ വീണു പോകുവാൻ മുഖാന്തരമായത്. നമുക്ക് പലതും മറ്റെന്തെങ്കിലും ജഡത്തിൻ്റെതായ എല്ലാം വിട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ദൈവവശത്തേക്ക് ആത്മാവിൻ്റെ നടത്തിപ്പുകൾക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എത്ര വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ജഡസ്വഭാവമുള്ള ജഡത്തിനുള്ള ചിന്തിക്കുന്നു, ആത്മാവിന് സ്വഭാവമുള്ള ആത്മാവിനുള്ള ചിന്തിക്കുന്നു. നമ്മുടെ ചിന്തകൾ ഈ ദിവസങ്ങൾ ദൈവത്തിന് ആത്മാവിൻ്റെ ചിന്തകളായി മാറട്ടെ. നമുക്ക് കഥാവിൻ്റെ കരങ്ങളിലേക്ക് ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എത്ര വന്ന് പ്രാർത്ഥിക്കും. കഥാവി, ഈ ദിവസങ്ങളിലും എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത മണ്ഡലങ്ങൾ, എനിക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത തലങ്ങൾ, എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മണ്ഡലങ്ങൾ, എനിക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത്, ചിലത് പ്രാപിക്കുവാൻ കഴിയാത്തത്, അനുഭവിക്കുവാൻ കഴിയാത്തത് ആമേൻ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഇന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത്, എനിക്കൊരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ഈ ദിവസം ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിരാശയോടെയാണ് നിങ്ങളിരിക്കുന്നത്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഓപ്പൺ യുവർ ഹാർട്ട് ടുഡേ. ഞാൻ ആസ്ക് ദി ലോർഡ്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നിയന്ത്രണത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ആത്മീയ മണ്ഡലങ്ങൾ ഇത് അടഞ്ഞു കിടക്കുക, ആത്മീയമായ ബുദ്ധി ഈ ദിവസങ്ങൾ ആത്മീയ കണ്ണ് കുരുടായിരിക്കുകയാണോ? കഥാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നടപ്പിനായിട്ട്. ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ. ഈ ദിവസങ്ങൾ ശക്തമായി മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാ തന്നെ നമ്മളെ വഴി നടത്തട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.